Hello everyone, welcome to Ejupod Class 8. It's me and Nafi. Yes, നിങ്ങൾ അങ്ങനെ 8ാം ക്ലാസ്സിലേക്ക് എത്തി. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. നിങ്ങൾക്ക് ചേർക്കെങ്കിൽ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് കിട്ടിയത്, ഏതൊക്കെ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് കിട്ടാത്തത്? നിങ്ങൾ ഒരു കാര്യം കൂടി കമന്റ് ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ആളുകൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ആൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അപ്പോൾ സോഷ്യൽ സയൻസിന്റെ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സോഷ്യൽ സയൻസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസിൽ ആദ്യ പാർട്ടിൽ 7 പാഠങ്ങളും 2 പാർട്ടായിട്ട് പാർട്ട് 1 പാർട്ട് 2, അതിൽ ഫസ്റ്റ് പാർട്ടിൽ 7 പാഠങ്ങൾ, അടുത്ത പാർട്ടിൽ 7 പാഠങ്ങൾ, മൊത്തം ഒരു 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് മലയാളത്തിൽ എന്താ പറയുക, അധിനിവേശവും ചെറുത്തുനിൽപ്പും. രണ്ടാമത്തെ പാഠം ഏതാ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. മൂന്നാമത്തെ പാഠം ഏതാ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. നാലാമത്തെ പാഠം ഏതാ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. അഞ്ചാമത്തെ പാഠം ഏതാ, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ആറാമത്തെ പാഠം ഏതാ, വിഭവ വിനിയോഗവും സുസ്ഥിരതയും. ഏഴാമത്തെ പാഠം ഏതാ, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനവും. അപ്പോൾ ഈ പാഠത്തിന് നമ്മൾ ഇതിനൊരു സമ്മറി നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 2 പാഠം ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റത്തെ 2 പാഠങ്ങൾ. മൂന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ ഓൾറെഡി 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള റൊട്ടേഷൻ, ഭൂമിയെക്കുറിച്ചിട്ടും ഭൂമിയുടെ കറക്കമായിട്ടുള്ള റൊട്ടേഷൻ അഥവാ ഭ്രമണത്തെക്കുറിച്ചിട്ടും മറ്റൊരു കറക്കമായിട്ടുള്ള പരിക്രമം അഥവാ റെവല്യൂഷനെ കുറിച്ചിട്ടും അങ്ങനെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ പാഠം. നാലാമത്തത് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക വ്യവസ്ഥ. അതായത് എന്തൊക്കെ പറയുമ്പോൾ ഇൻകം, വരുമാനം, റവന്യൂ, അതേപോലെ എക്സ്പെൻസ്, ചെലവ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കും. അഞ്ചാമത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആട്ടോ. ഇന്ത്യയുടെ ഭരണഘടന നമുക്കറിയാലോ, എല്ലാ കൊല്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന കാണുന്നുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 5ാമത്തെ പാഠത്ത് പഠിക്കണം കേട്ടോ. ആറാമത്തെ പാഠം നമ്മൾ റിസോഴ്സസ്. നമുക്ക് ഭൂമിയിൽ നിന്ന് പല സാധനങ്ങൾ കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, മിനറൽസ്, ധാതുക്കൾ കിട്ടുന്നുണ്ട്, പലതും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏഴാമത്തത് മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ ആണ്. അതായത് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനം എന്ന് വെച്ചാൽ TV യെക്കുറിച്ചിട്ടും റേഡിയോയെക്കുറിച്ചിട്ടും സോഷ്യൽ മീഡിയയെക്കുറിച്ചിട്ടും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സോഷ്യൽ സയൻസിലുള്ള 7 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, 7ാം ക്ലാസ് പോലെ 8ാം ക്ലാസ്സിൽ ഓരോ വിഷയത്തിലും 30% മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. അപ്പോൾ അങ്ങനെ പാസ്സാവണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ, എജുപോണിൻ്റെ കൂടെ കൂടി ചേർന്ന് പഠിക്കുന്നതല്ല. എജുപോണിൻ്റെ കൂടെ കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ കിട്ടും. ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിലും ഇതേപോലെ പുതിയ പാഠങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടണം അല്ലേ. അത് നിങ്ങൾ എന്താ ചെയ്യുക, എജുപോണിൻ്റെ ആപ്പിൽ അങ്ങോട്ട് ജോയിൻ ചെയ്ത് എജുപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത്. അതിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഉണ്ട്, ലൈവുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാം നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഡെയിലി ക്ലാസ്സുകൾ തന്ന് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റാക്കി ഏറ്റവും ബെസ്റ്റ് റിസൾട്ടോട് കൂടി നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് എത്തിക്കും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എജുപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. ഇപ്പോൾ എത്ര വലിയ പാഠങ്ങളാണെങ്കിലും അല്ലേ, ഓരോ പാഠം 19, 15 പേജ് ഉണ്ട്. എത്ര വലിയ പാഠങ്ങളാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സിമ്പിളാക്കി തരും, ഈസി ആക്കിയിട്ട് എജുപോഡ് നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കും. അതിനുള്ള സൊല്യൂഷൻ എജുപോണിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിന്നെ ചെയ്ത് വെച്ചിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സ്ക്രോളിലൂടെ ഒരു നമ്പർ പോകുന്നുണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് 8ൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എന്ത് ചെയ്തോ, ഷെയർ ചെയ്തോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.